നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും എത്ര പ്രതിസന്ധിക്ക് കടന്നു വന്നാലും ആ വിഷയങ്ങളെല്ലാം ദൈവകരത്തിൽ സമർപ്പിക്കുക. ദൈവം അതിനെല്ലാം പരിഹാരം വരുത്തും. ചിലപ്പോൾ ഒരു സംശയം തോന്നാം, എൻ്റെ വിഷയങ്ങളൊക്കെ ദൈവം പരിഹരിക്കുമോ? നമുക്ക് സംശയം തോന്നുവാനിട ഇടവരാം. ഇനി ഒരു സാധ്യതകൾ മുമ്പിൽ കാണത്തില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന് അതെല്ലാം സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ച്, ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. പക്ഷികളും മൃഗജാലങ്ങളും എല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവയ്ക്ക് വേണ്ടുന്നതെല്ലാം ദൈവം കരുതുന്നുണ്ട്. എങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമുക്ക് വേണ്ടി ദൈവം എത്രയധികം കരുതാതിരിക്കും. ആകയാൽ ദൈവസേനയിൽ സമർപ്പിച്ച് നമ്മളെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ തന്നെ സമർപ്പിക്കും. ദൈവം നമുക്ക് വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ദൈവം സമർപ്പിക്കും. നാം പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ ഭാരം ദൈവത്തിന് സമർപ്പിക്കുമെന്ന് പറയുമ്പോൾ നാം പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ ആ പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ വിവിധ ഭാരങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ അതിന് പരിഹാരം വരുത്തുക തന്നെ ചെയ്യും. അതുപോലെ മാത്രമല്ല, ദൈവം പരിഹാരം വരുത്തുമ്പോൾ നമ്മുടെ മാനസിക ഭാരവും നമ്മളിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്യും. ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്ന ആ വിഷയത്തിന് ദൈവം തക്ക സമയത്ത് പരിഹാരം വരുത്തുക തന്നെ ചെയ്യും. ആകെ തളർന്നു പോകല്ലോ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങൾ വന്നു പോയിട്ടുണ്ടാകാം, ഇല്ലെന്നും പറയാൻ സാധ്യമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതിന് നടുവിലും നമ്മളെ ഈ നിമിഷം വരെ നടത്തുന്നത് ദൈവം തന്നെയാണ്. നമ്മുടെ കഴിവിലും നമ്മുടെ ബുദ്ധിയിലും ഒക്കെ ആശ്രയിച്ചാൽ അതിന് പരിമിതികളുണ്ട്. നാം കാരണം എന്താണ്? മനുഷ്യനാണ്. ഒരു മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയെന്ന് ബൈബിൾ പറയുന്നത്. നമ്മുടെ ശ്വാസം നമ്മുടെ ശ്വാസം പിന്നീട് നമുക്ക് അത് ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭൂമിയിൽ നമ്മുടെ ജീവിതം തീരുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ദൈവത്തിൻ്റെ കർത്താവിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നാം ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട ആവശ്യം വരികയില്ല. എത്ര പ്രതിസന്ധികൾ നമ്മളെ കടന്നു വന്നാലും അതിന് നടുവിലും ദൈവം നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും. ഒത്തിരി നമ്മൾ മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ മനുഷ്യർക്കും പരിമിതികളുണ്ട്. അവർക്കും ആശ്വസിപ്പിക്കുന്നതിൻ്റെ പരിമിതിയുണ്ട്, സഹായിക്കുന്നതിൻ്റെ പരിമിതികളുണ്ട്, എല്ലാത്തിനും അവർ പരിമിതികളുണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാണെങ്കിൽ ദൈവത്തിന് പരിമിതികളില്ല. മനുഷ്യന് പരിമിതികളുള്ളപ്പോൾ ദൈവത്തിന് പരിമിതികളില്ല. നമ്മുടെ ഏത് വിഷയമായാലും നാം ദൈവത്തെ തന്നെ സമർപ്പിച്ച് മുമ്പോട്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. ആയാൽ ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ, ശരീരത്തെ ബാധിക്കുന്ന ഭാരങ്ങളെല്ലാം ദൈവം നമ്മളിൽ നിന്ന് പരിപൂർണ്ണമായി വിട്ടുമാറും. ദൈവിക സമാധാനം നമ്മൾ വ്യാപരിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവം തക്ക സമയത്ത് അയക്കുക തന്നെ ചെയ്യും. ആകയാൽ എത്ര വലിയ ഭാരം ഉള്ള വിഷയമായാലും അവ ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവം അതിനെല്ലാം പരിഹാരം വരുത്തുക തന്നെ ചെയ്യും.